ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വസന്തേ, മതി. ഇപ്പൊ ഞാനൊരു ശുഭകാര്യത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുക. ശുഭകാര്യമോ? ഇല്ലടാ, പുതിയ മണിമാളികയില് ഒരു കാലവും നീ ഗതി പിടിക്കില്ല. പിന്നെ മുത്തശ്ശിയെ പാല് കാച്ചിന് ക്ഷണിക്കാത്ത പ്രശ്നം. ചടങ്ങിനെത്തിയാൽ മുത്തശ്ശി ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. തിരക്കിനിടയിൽ ആർക്കും മുത്തശ്ശി ശ്രദ്ധിക്കാൻ സമയമുണ്ടാവില്ല. അതുകൊണ്ട് മുത്തശ്ശിയെ ഇവിടെ സ്വസ്ഥമായി കഴിയാൻ വിടുന്നതാണ് ഭേദം. അല്ലേ വന്ദനെ? അമ്മയുടെ അഭിപ്രായം തന്നെയാ എനിക്കും. പക്ഷേ അച്ഛമ്മയുടെ അഭിപ്രായം കൂടി അറിയണ്ടേ? അച്ഛമ്മേ, പ്രകാശേട്ടൻ പാലുകാച്ചിന് ക്ഷണിക്കാത്തതിന് പരാതിയുണ്ടോ? അച്ഛമ്മയുടെ ഉള്ളിലിരിപ്പ് ഏട്ടത്തിക്ക് മനസ്സിലാവുമല്ലോ. നിറഞ്ഞ മനസ്സോടെ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അനുവാദ അച്ഛമ്മ തന്നത്. സമാധാനായില്ലേ ഏട്ടത്തിക്ക്? ഇന്നലെ പൂജയൊക്കെ കഴിഞ്ഞു വന്നപ്പോഴേ ഒരുപാട് വൈകി. അല്ല, ചെറുക്കനെവിടെ? ആരാ, ഗോകുലാണോ? അവൻ വന്നോളും. അല്ല, ഇതാരുടെ മോനെ കാറ്? ഒരു കൂട്ടുകാരന്റെ 2 ദിവസത്തേക്ക് എടുത്തതാ. ഓ, സുമിത്രേ, ആളുകളൊക്കെ അവിടെ വന്നിട്ടുണ്ടാവും. പെട്ടെന്ന് ഇറങ്ങാം. വന്ദനെ, ഞങ്ങൾ ഇറങ്ങാം. നീയേ അച്ഛമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വന്നാ മതി. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടില്ലേ? വെച്ചു. പ്രകാശേട്ടാ, ഒരു നല്ല കാര്യത്തിന് പോവല്ലേ? ഒന്നാമത് ഇവിടെ അച്ഛനും അമ്മയില്ല. പോകുന്നതിന് മുമ്പ് പ്രകാശേട്ടൻ അച്ഛമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് വേണം പോവാൻ. ഇനിയിപ്പോ അതിനൊന്നും സമയമില്ല. ഓണവും സംക്രാന്തി തിരിച്ചറിയാൻ വയ്യാതെ കിടക്കുന്ന അച്ഛമ്മയുടെ കാലിൽ തൊട്ടിട്ട് ഒരു കാര്യമില്ല. പ്രകാശേട്ടാ, ഈ സമയത്ത് ഗുരുത്വദോഷം പറയരുത്. ദേ, ഞാൻ ഇറങ്ങി. ഒരു മംഗളകാര്യത്തിന് പോകാൻ ഇറങ്ങിയ പിന്നെ തിരിച്ചു കയറാൻ പാടില്ല. അച്ഛമ്മയ്ക്കാണെങ്കിൽ അത് ചെയ്യുന്നതേ ഇഷ്ടമല്ല. എന്നാ ഞാൻ പോയിട്ട് വരാം. ഏയ് സുമിത്രേ, നീയും തൽക്കാലം പോണ്ട. പറഞ്ഞില്ലേ നമ്മളൊരു സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങിയിരിക്കാന്ന്. തിരിച്ചു കയറുന്നതേ അത്ര നല്ല ലക്ഷണമല്ല. ആ, ഹലോ. ഞാൻ വരുന്നുണ്ടേ. ഞങ്ങളൊക്കെ ഇറങ്ങി. അമ്മേ, കേറിക്കോ. അച്ഛമ്മയോട് പറയണേ വന്ദനെ. പറയൂ സുചിത്രടുത്തി. സുചിത്രടുത്ത് പോയിട്ട് വാ. അച്ഛനും അമ്മയും ഇല്ലാതെ എനിക്ക് ഒരു സമാധാനവും ഇല്ല. എല്ലാം ഒരു വിധിയായിരിക്കും. അച്ഛമ്മ ഒറ്റയ്ക്കായതുകൊണ്ടാ, അല്ലെങ്കിൽ നേരത്തെ വന്നേനെ. സുചിത്രടുത്ത് പോയിട്ട് വാ. സുചിത്രേ, വേഗം കേറ്.
പ്രകാശം മുതലാളി പുറത്തോട്ട് ഇറങ്ങിയേ, ഒന്ന് കാണട്ടെ. ഇറങ്ങില്ല ഇങ്ങോട്ട്, നിങ്ങളുടെ ഇറങ്ങാനല്ലേ പറഞ്ഞേ? എന്താ എന്താ നിനക്ക് വേണ്ടത്? ഞാൻ വസന്തേച്ചി, നിന്നെ തല്ലിയ എന്റെ കൈ നാറും, അതുകൊണ്ടത് വേണ്ട. എടാ പ്രകാശ, ബംഗ്ലാവ് മുതലാളി, ഞാൻ നിന്റെ ആരാടാ? സഹോദരിയല്ലേ? നിന്നോടൊപ്പം അമ്മ എടുത്ത് പ്രസവിച്ച സഹോദരി, അമ്മയുടെ വയറ്റില് അപ്പുറം ഇപ്പുറം ഒട്ടിക്കിടന്ന സഹോദരി, ഓർമ്മയുണ്ടോടാ നിനക്കത്? പാലുകാച്ചിന് സ്വന്തക്കാരെയും ബന്ധുക്കാരെയൊക്കെ അടക്കി ക്ഷണിച്ചിട്ടും ഈ വസന്തയെ മാത്രം നീ ക്ഷണിച്ചില്ല. എന്താടാ ക്ഷണിക്കാഞ്ഞത്? എന്ത് തെറ്റാണാ ഞാൻ നിന്നോട് ചെയ്തേ? നീ കാണിച്ചു കൂട്ടുന്ന എല്ലാ മര്യാദകളും ഞാൻ സപ്പോർട്ട് ചെയ്തു. സ്വന്തം അച്ഛനമ്മമാരെയും സഹോദരങ്ങളെയും ദ്രോഹിക്കാൻ കൂട്ടു നിന്നതോ? സ്വന്തം അച്ഛന്റെ പണം മോഷ്ടിക്കാൻ വരെ ഒത്താശ ചെയ്ത് നിന്റെ ഒപ്പം നിന്നവളല്ലേടാ ഞാൻ. ആ, അങ്ങനെ ഉണ്ടാക്കിയ പണം കൊണ്ടല്ലേടാ നീ നിന്റെ മണിമാളിക പണിതത്. ഇപ്പൊ അവിടെ കാലുകുത്താനുള്ള തലയെടുപ്പ് സ്വന്തം പെങ്ങൾക്ക് ഇല്ലാതായല്ലേ? വസന്തേ, മതി. ഇപ്പൊ ഞാനൊരു ശുഭകാര്യത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുക. ശുഭകാര്യമോ? ഇല്ലടാ, പുതിയ മണിമാളികയില് ഒരു കാലവും നീ ഗതി പിടിക്കില്ല. ഒരിക്കലും നിനക്ക് അവിടെ മനസ്സമാധാനം കിട്ടില്ലടാ. ഇത് വസന്തം ബാനസുരുകി പറയുന്നതാ. ചേച്ചി മതി, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീടാവാം. വസന്തേ, സ്വന്തം സഹോദരനല്ലേ? പുതിയ വീട്ടിൽ മുഹൂർത്തത്തിന് കാല് കുത്താൻ പോലും അനുവദിക്കാതെ ഇങ്ങനെ ശാപവാക്കുകൾ പറയല്ലേ? തള്ളേ, നിനക്ക് എന്റെ സ്വഭാവം അറിയില്ല. എന്നെ ഉപദേശിക്കുന്നോ? അല്ല, നിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്നൊരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ. വേണ്ട, നിങ്ങൾക്ക് എന്റെ അമ്മയുടെ സ്ഥാനം ഏറ്റെടുക്കാനുള്ള യോഗ്യത ഇല്ല. അടുക്കളക്കാരിയെ അടുക്കളക്കാരിയുടെ സ്ഥാനത്ത് നിന്നാ മതി. മാനത്തെ കൊട്ടാ